Assalamualaikum, welcome to Rosmin's Kitchen. Hi friends, ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു മട്ടൻ്റെ ലെഗുമായിട്ടാണ്. മട്ടൻ്റെ ലെഗ് റോസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. മട്ടൻ്റെ ലെഗ് ഞങ്ങൾ കുക്കറിലൊന്നും ഇടാണ്ട് നമുക്ക് അധികം ആൾക്കാരും മട്ടൻ്റെ ലെഗ് വാങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് ലെഗ് ഞങ്ങൾക്ക് എങ്ങനെ കുക്ക് ചെയ്യാം, കുക്കറിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക ടേസ്റ്റും ഉണ്ടാവില്ല, അതൊന്നും നമുക്കൊരു ഇഷ്ടപ്പെട്ടില്ല. അപ്പം നിങ്ങൾ ഒരിക്കലും വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനിത് കുക്കറിലല്ല വേവിക്കുന്നത്, നന്നായിട്ട് ആവിയിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ആവിയിലിട്ട് നല്ല മട്ടന് നല്ല മസാലയൊക്കെ പരട്ടി വേവിച്ചെടുക്കുമ്പോൾ മട്ടനൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ മണവും രുചിയും ഒന്നും മാറാതെ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ആവിയിലിട്ട് വേവിച്ചിട്ട് നമുക്കൊരു മട്ടൻ്റെ ലെഗ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും ഒന്ന് പ്രസ് ചെയ്യണേ. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ മട്ടൻ്റെ ലെഗ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മട്ടൻ്റെ ലെഗാണ്. ഒരു 2 കിലോ വെയിറ്റുള്ള മട്ടൻ്റെ ലെഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, പെട്ടെന്ന് വേവാനും ചാൻസ് ആണ്, അതേപോലെ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നന്നായിട്ട് വരയിട്ട് കൊടുക്കാൻ മട്ടൻ്റെ ലെഗിന്, കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വരയിട്ട് കൊടുക്കാൻ. 2 സൈഡും അതേപോലെ നന്നായിട്ടൊന്ന് വരയിട്ട് കൊടുക്കാൻ. നമ്മൾ അധികം ഓയിലൊന്നും ചേർക്കാണ്ടാണ് ഈ മട്ടൻ്റെ ലെഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. മട്ടൻ്റെ ലെഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ നന്നായിട്ട് വരയിട്ടതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാർ എടുക്കാൻ. മിക്സിൻ്റെ ജാറിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഇടാൻ, അതേപോലെ തന്നെ മഞ്ഞൾ, പിന്നെ നമ്മൾ ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സവാള ഇട്ട് കൊടുക്കാൻ, അതേപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് ജിഞ്ചറും ഗാർലിക്കും എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാൻ. പിന്നെ ഒരു ഗരം മസാല, പിന്നെ പെപ്പർ ഇട്ട് കൊടുക്കാൻ. ക്രഷ്ഡ് പെപ്പറാണ്. ജീരകം, ചെറിയ ജീരകം, വലിയ ജീരകം ഇട്ട് കൊടുക്കാൻ. തൈര് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ലൈം ജ്യൂസും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ. പിന്നെ മല്ലിയിലയും പുതിന, നമ്മൾ എരിവ് ഞങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു. പിന്നെ നോർമൽ എരിവ്, ഒരു കറക്റ്റ് ലെവലുള്ള എരിവാണ് ഉണ്ടായിട്ടുള്ളൂ, അധികം സ്പൈസസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ മിക്സിൻ്റെ ജാറിട്ട് നന്നായിട്ട് തരിതരിപ്പായിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ, മട്ടൻ്റെ ലെഗ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നന്നായിട്ട് മസാല പുരട്ടണം. നന്നായിട്ട് മിക്സ് ചെയ്യാൻ കൈവച്ച് നന്നായിട്ടൊന്ന് മസാല സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അത് എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ 2 മണിക്കൂർ, 3 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടി മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വെള്ളമൊന്നും ചേർക്കാണ്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. വെള്ളവും കുറവാണ്, അതേപോലെ ഓയിലും നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത് അതും കുറവാണ്. അപ്പോൾ അത് നമ്മൾ ആവിയിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പം മണവും രുചിയും ഒന്നും പോവില്ല, നമ്മൾ അതിൻ്റെ മസാല ഒന്നും പോലെ ഇതോട് കൂടിയിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. 2 hours ഞാനിത് കുക്കിംഗ് ടൈം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിലൊക്കെയാണ് അടുപ്പിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഗ്യാസ് അടുപ്പിൽ വെക്കുകയാണെങ്കിൽ വെച്ചോ കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോൾ അടുപ്പിലല്ല, ഗ്യാസ് അടുപ്പിലാണ് വെക്കുന്നത്. നമുക്ക് അതിൻ്റെ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തൊക്കെ നല്ലൊരു പാത്രം വെക്കാം, വലിയ പാത്രം എടുക്കാം. കാരണം നമ്മൾ മട്ടൻ ലെഗിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് എന്തൊക്കെ ആവിയിൽ നമ്മളൊരു 2 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വെള്ളം തിളക്കാൻ മാറ്റി വെക്കാൻ. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൻ ഉണ്ടല്ലോ അതെന്തൊക്കെ ഇതിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള മസാല അവിടെ നിന്നിട്ട് എന്നിട്ട് അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 2 hours കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കണം. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി കയറുന്നതല്ല, അപ്പോൾ അതിൽ വെള്ളം വറ്റാനുള്ള ചാൻസോ വെള്ളം കുറഞ്ഞു വരാനുള്ള ചാൻസോ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് സൈഡിലേക്ക് വെള്ളം കൊടുക്കാൻ. ഓക്കെ, അത് ഇടയ്ക്ക് നമ്മൾ തുറന്നു നോക്കിയിട്ട് അതിൽ നിന്ന് അടച്ചിട്ട് ഇതുപോലെ വെക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല, അത് അങ്ങ് ആയിക്കോളും. അതാകുന്ന സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ മട്ടൺ റോസ്റ്റ് ആക്കിയെടുക്കുക, നമ്മളിവിടെ വേവിച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ റോസ്റ്റ് ആക്കിയെടുക്കുന്നത് അതിലേക്ക് സൺഫ്ലവർ ഓയിലും അതിന് ആവശ്യത്തിന് സവാളയും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇടയ്ക്ക് ഇത് തുറന്നു നോക്കണം കേട്ടോ. തുറന്നു നോക്കുമ്പോഴത്തേക്കിങ്ങനെ വെള്ളം ഇല്ലെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി വെള്ളം കൊടുത്ത് അത് അടച്ചിട്ട് അവിടെ മാറ്റി വെക്കാൻ. 2 hours വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് മസാലയിലേക്ക് കുറച്ചും കൂടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള ടൊമാറ്റോ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഞങ്ങളെ മസാല ഉണ്ടല്ലോ, ബാക്കിയുള്ള മസാല അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ മസാലയും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേറെ എക്സ്ട്രാ കുറേ മസാല ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ആ മസാലനെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മട്ടനിലേക്ക് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. എല്ലുന്നൊക്കെ നന്നായിട്ട് വിട്ട് നന്നായിട്ട് വെന്തിട്ട് 2 hours കറക്റ്റായിട്ട് നിങ്ങൾ കുക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മസാലയൊക്കെ നന്നായിട്ട് അതൊന്ന് ഓൾറെഡി മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളി സവാളയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ നന്നായിട്ട് തരിതരിപ്പായിട്ട് അരച്ചിട്ട് അതിൻ്റെ തേങ്ങൻ്റെ പാലാണ് നമ്മൾ തിക്ക് ഗ്രേവി ആക്കിയിട്ട് വരെ എടുക്കുന്നത്. അപ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ, ആ തേങ്ങാപ്പാൽ എടുത്തിട്ട് നന്നാക്കാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മളിതൊന്ന് തേങ്ങാപ്പാലും കൂടി ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് വരും. അപ്പം മസാലയൊക്കെ നന്നായിട്ട് ഒന്നിച്ച് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും.
മട്ടൺ റോസ്റ്റ് ആക്കി എടുക്കല്ലേ നമ്മൾ. അപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാൻ അതിൽ കുറച്ചും കൂടി ഞാൻ ഗരം മസാല ചേർത്തിട്ടുണ്ട്, കുറച്ചും കൂടി ഫ്ലേവർ കൂട്ടാൻ പറ്റും. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അളവ് പറയേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എരിവൊക്കെ നോക്കാം. ഇപ്പോൾ നമ്മൾ മട്ടൻ്റെ ലെഗ് നന്നായിട്ടൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് എന്താ പറയുക ഇത്തിരി ഡ്രൈ ആക്കി എടുക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരിത്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ മട്ടൻ്റെ റോസ്റ്റ് നന്നായിട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പാത്രത്തിലാണോ സേവിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഇട്ട് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള മസാലയും കൂടി സൈഡിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ എല്ലാ മസാലയും സൈഡിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മസാല ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്ക് വേറെ കറിയൊന്നും ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇനിയും ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി കുറുക്കി നന്നായിട്ട് എടുക്കാൻ. ഇപ്പോൾ നല്ലതായിട്ടുണ്ട്. അതിനെ കൂടെ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അധികം ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അതേപോലെ നന്നായിട്ട് വേവുകയും ചെയ്യും. അതിന് മസാലയും ഒരു ടേസ്റ്റും മാറാതെ നമുക്ക് മട്ടൻ്റെ റോസ്റ്റ്, ലെഗ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം കുക്കറിലൊക്കെ ഉണ്ടാക്കി നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കറിലൊക്കെ ഇട്ടിങ്ങനെ ടേസ്റ്റൊക്കെ മാറിപ്പോവും, എനിക്ക് ഫീൽ തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ മട്ടനൊക്കെ വാങ്ങുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ ഉണ്ടാക്കിയ മട്ടൻ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ മട്ടൻ്റെ ലെഗൊക്കെ വാങ്ങിക്കാൻ ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കാൻ. നല്ല ഭംഗിയായിട്ട് കഴിക്കാനും പറ്റും, നല്ല സോഫ്റ്റ് ആയിരിക്കും. നോക്കിയിട്ട് ഞാനിപ്പോൾ അത് ഇപ്പം തന്നെ മൊത്തത്തിൽ എല്ലുന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നല്ല മസാലയൊക്കെ നന്നായിട്ട് എല്ലുന്നൊക്കെ വിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.